+1 റിസൾട്ടിൻ്റെ റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കാണട്ടോ. ഇനി നിങ്ങൾ റീവാലുവേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യെസ് എന്നും റീവാലുവേഷൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യുക. റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച മെസ്സേജാണ്, സാർ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയുമെന്ന്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഒരിക്കലും കുറയില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ റീവാലുവേഷൻ കൊടുത്ത് ഹിസ്റ്ററിയാണ് കൊടുത്ത് വിചാരിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി 80-65 മാർക്ക് ഉണ്ടായിരുന്നു, റീവാലുവേഷൻ കൊടുത്തപ്പോൾ 80-63 ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ 80-65 കിട്ടി, 80-63 റീവാലുവേഷൻ ചെയ്തതിന് ശേഷം പക്ഷേ ആ 63 ഒരിക്കലും ഗ്രേഡ് കാർഡിലേക്ക് പരിഗണിക്കില്ല. ഏറ്റവും ഹയർ മാർക്ക് ഏതാണോ, ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എന്ത് കൊടുക്കാം, റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ കൊടുക്കുന്നതിന് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. മിക്കവാറും റീവാലുവേഷൻ റിസൾട്ട് വരിക ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. കാരണം ജൂൺ 10 വരെ നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുശേഷം സ്കൂളിലെ ടീച്ചേഴ്സിന് പിന്നെയും ഒരാഴ്ചത്തോളം സമയം വേറെയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ റീവാലുവേഷൻ്റെ വാല്യുവേഷൻ എന്ത് ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ മിക്കവാറും ജൂലൈ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്കോ ആയിരിക്കും റീവാലുവേഷൻ്റെ റിസൾട്ട് വരിക എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ നിങ്ങൾ റീവാലുവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, റീവാലുവേഷന് കൊടുത്തോ, ഒരു ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, +1 വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും +2 വരുത്തരുത്. +2 തുടക്കം മുതലേ പഠിക്കാൻ റെഡി ആയിരിക്കും.